SDP-യുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഈ നിമിഷം വരെ ഒരു മുഖ്യധാര പത്രങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചാനലുകളിലോ ഒന്നിലും തന്നെ ഒരു വലിയ ന്യൂസായിട്ടൊന്നും വന്നില്ല. ഇതിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ED എവിടെയെങ്കിലും വീട്ടിലൊക്കെ ഒന്ന് വിളിച്ചാൽ പോലും വരുന്ന കാലമല്ലേ? ശരിയായൊരു നിരീക്ഷണമാണ്. കാരണം ഇന്നലെയാണ് മൊയ്തീൻ കുട്ടി അലിയാസ്, അല്ലെങ്കിൽ മൊയ്തീൻ കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, MK ഫൈസി എന്നറിയപ്പെടുന്നെങ്കിൽ മൊയ്തീൻ കുട്ടിയാണ്. മൊയ്തീൻ കുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം SDPI എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ്, നാഷണൽ പ്രസിഡന്റ്. സാറിന് നമ്മൾ കോൺഗ്രസിൻ്റെ നാഷണൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നാഷണൽ പ്രസിഡന്റ് ആയിരിക്കും ഭരണം കിട്ടിയാൽ പ്രധാനമന്ത്രിയാവുന്നത് സാധാരണഗതിയിൽ. അങ്ങനെയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും SDPIക്ക് ഇന്ത്യയിൽ ഭരണം കിട്ടിയാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവേണ്ട ആളാണ് MK ഫൈസി. അങ്ങനൊരു വലിയ നേതാവാണ് അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹത്തിന് 55 വയസ്സോ മറ്റോ ഉള്ളൂ, പാലക്കാടുകാരനാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അറസ്റ്റ് ചെയ്താൽ അതൊരു വാർത്തയായിട്ട് വരേണ്ടതാണ്. ഇന്നലെ പകൽ മുഴുവൻ നമ്മൾ ചാനലൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിലും ടെലിവിഷൻ വെച്ചിട്ടുണ്ട്. അതിലൊന്നും അത് വലിയ വാർത്തയായിട്ട് വന്നില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കള്ളപ്പണ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. കള്ളപ്പണ കേസിൽ എന്ന് പറഞ്ഞാൽ SDPIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്ന, അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രധാനമന്ത്രി ആവേണ്ട ഒരു വ്യക്തി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസാണ്. അതൊരു വാർത്തയാവേണ്ടതായിരുന്നു. പക്ഷേ അത് വാർത്തയായില്ല. കേരളത്തിൽ അത് വാർത്തയാവത്തില്ല. കേരളത്തിൽ കുംഭമേളയ്ക്ക് പോകുന്നതാണ് വാർത്ത. കുംഭമേള കേരളത്തിലെ ആളുകൾ നിരക്ഷരായതുകൊണ്ട് കുംഭമേളയ്ക്ക് പോകുന്നു. വൃത്തിയില്ലാത്തവന്മാരാണ് കുംഭമേളയ്ക്ക് പോകുന്നത്. കാരണം ഹിന്ദുക്കളുടെ പരിപാടിയാണ്. ഹിന്ദുക്കളെ വൃത്തികെട്ടവന്മാരും ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട ആളുകളുമാണെന്ന് പറയുന്ന പാർട്ടിക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഏതായാലും എന്തുകൊണ്ടത് മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. കാരണം ആ SDPI ഒക്കെ ആണോ അവിടെ വാർത്ത കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകും എന്ന് കരുതുന്ന ഭയം കൊണ്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ആൾ ജയിലിൽ പോയതിൻ്റെ സങ്കടകരമായ വാർത്ത കൊടുക്കണ്ട എന്നതുകൊണ്ടാണോന്നറിയില്ല, മാധ്യമങ്ങൾ അത് കൊടുത്തില്ല. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഈ അറസ്റ്റിനേക്കാളും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ED ഒരു പത്രക്കുറിപ്പിറക്കി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു പ്രീമിയർ ഏജൻസിയാണ്. അവർ എടുക്കുന്ന വാർത്ത, അറസ്റ്റ്, അവരുടെ പത്രക്കുറിപ്പുകളൊക്കെ വാർത്തയായി നിർബന്ധമായി നമ്മുടെ മാധ്യമങ്ങൾ ക്യാരി ചെയ്യേണ്ടതാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ വിവരങ്ങൾ ED ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ED പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടും SDPIയും ഒന്നു തന്നെയാണ് എന്നാണ് ED പറഞ്ഞത്. നോക്കൂ, നമുക്ക് 2022 സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ കരുതി ഉടനെ തന്നെ SDPIയെ നിരോധിക്കും എന്ന് കരുതിയിരുന്നു. പക്ഷേ SDPIയെ അങ്ങനെ നിരോധിക്കാൻ പറ്റില്ല. SDPI ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട, രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു പാർട്ടിയാണ്. അതിനെ സംബന്ധിച്ച് അതിനെ നിരോധിക്കണമെങ്കിൽ അവർ എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിന് നേരിട്ടുള്ള തെളിവുകൾ വേണം. അത്തരം തെളിവുകളില്ലാത്തത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷന് നടപടിയെടുക്കാൻ കഴിയില്ല. ഭീകരപ്രവർത്തനം നടത്തി എന്നതിന് കൃത്യമായ തെളിവുകൾ SDPIയുടെ പേരിൽ ഹാജരാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് SDPI ഇപ്പോഴും തുടരുന്നത്. പക്ഷേ ഇപ്പോൾ ED എടുത്തിരിക്കുന്ന ഈ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. ED പറയുന്നു SDPIക്കും EDക്കും ഓവർലാപ്പിംഗ് മെമ്പർഷിപ്പാണുള്ളത്. ഓവർലാപ്പിംഗ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലർന്ന്, SDPക്കാർ പോപ്പുലർ ഫ്രണ്ടിലുമുണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാർ SDPയിലുമുണ്ട്. അപ്പോൾ ഫലത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ED കണ്ടെത്തുകയും അതൊരു ഡോക്യുമെൻ്റായി കോടതി മുമ്പാകെ വരികയും അത് ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിലെത്തുകയും ചെയ്താൽ SDPIയെയും വേണമെങ്കിൽ നിരോധിക്കാം എന്ന തരത്തിലേക്ക് ഒരു നീക്കമുണ്ടായാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല. അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവണം. എന്നിട്ട് മാത്രമല്ല, ഇതിൽ അവർക്ക് ഓവർലാപ്പിംഗ് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് മാത്രമല്ല, SDPIയുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണെന്ന് EDയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു. കാരണം അവരുടെ ഐഡിയോളജി തീരുമാനിക്കുന്നത്, അവരുടെ പ്രത്യയശാസ്ത്രം തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്. അവരുടെ ഇലക്ഷന് അവർ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്. അവരുടെ പരിപാടികൾ നിശ്ചയിക്കുന്നത് പോപ്പുലർ ഫണ്ടാണ്. എന്തിന്? അവർക്ക് പണം കൊടുക്കുന്നത് പോപ്പുലർ ഫണ്ടാണ് എന്ന് പറഞ്ഞ് ഈ പണം കൊടുത്തതിൻ്റെ രേഖകളും ED കണ്ടെത്തി. അത്തരം രേഖകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അത് കോടതിയിൽ സമർപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ പോപ്പുലർ ഫണ്ടും SDPയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പോപ്പുലർ ഫണ്ട് ഫീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആഹാരം കൊടുക്കുക. പോപ്പുലർ ഫണ്ട് ഫീഡ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് SDPI എന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് ED പറഞ്ഞിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭാവിയിൽ SDPI എന്ന് പറഞ്ഞ പാർട്ടിയെ വേണമെങ്കിൽ ഈ ഭീകര സ്വഭാവമുള്ള സംഘടനയുടെ ഭാഗമാണ് എന്ന് കണ്ട് നിരോധിക്കാൻ ഉതകുമാറുള്ള
ഒരു റിപ്പോർട്ടാണ് ഇപ്പം ED പുറത്തുവിട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. കാരണം പോപ്പുലർ ഫണ്ടുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് സഹായിക്കുന്ന 8 സംഘടനകളെ കൂടെ നിരോധിച്ചിട്ടുണ്ട്. ആ 8 സംഘടനകൾക്ക് പുറമെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയും ഈ രാഷ്ട്രീയ പാർട്ടിയും ഇതുപോലെ പോപ്പുലർ ഫണ്ട് സഹായിക്കുന്ന, പോപ്പുലർ ഫണ്ട് ഇടപെടുന്ന, പോപ്പുലർ ഫണ്ട് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സംഘടനയാണെന്ന് വന്നാൽ അതിനെയും നിരോധിക്കാൻ കഴിയുമാറുള്ള തെളിവുകളാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കേണ്ടതാണ്. പക്ഷേ അത് അത് വന്നാൽ ബുദ്ധിമുട്ടാകും. അവർ SDP-കാർക്ക് വിഷമിച്ചാലോ ഒന്ന് വേദനിച്ചാലോ ഒന്ന് ഓർത്തിട്ടായിരിക്കാം മാധ്യമങ്ങൾ കൊടുക്കാതിരിക്കുന്നത്. കാരണം അങ്ങനെയാണല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. ഇനി കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് പറഞ്ഞ് ഈ ഫൈസിയുടെ അറസ്റ്റിനെ കുറിച്ച് ED പറയുന്നത് ഞങ്ങൾ 12 തവണ നോട്ടീസ് കൊടുത്തു. 12 തവണയും ഇയാൾ വന്നില്ല. കാരണം ഒരു ഇന്ത്യയിലെ നിയമങ്ങൾ അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു നമ്മുടെ നിയമപ്രകാരമുള്ള ഒരു ലോ എൻഫോഴ്സിങ് ഏജൻസി വിളിച്ചാൽ ഹാജരാവണം. അങ്ങനെ ഹാജരാവാത്ത ഒരാൾ തോമസ് ഐസക് മാത്രമേ ഉള്ളൂ. ED വിളിച്ചാൽ പോകത്തില്ല എന്ന് പറഞ്ഞത്. അപ്പം ഭാവി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളായതുകൊണ്ട് എനിക്ക് നിയമമൊന്നും ബാധകമല്ല എന്ന് കരുതിയിട്ടായിരിക്കാം ഫൈസി പോകാതിരുത്. ഏതായാലും ഡൽഹി എയർപോർട്ടിൽ രാവിലെ 9:30 വന്നിറങ്ങിയപ്പോൾ കൈയോടെ ED പൊക്കിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് നിർണായക വിവരങ്ങൾ കിട്ടി എന്നൊക്കെ പറയുന്ന ED പറയുന്നത് ഇവരുടെ തീവ്രവാദ ബന്ധത്തിന് വേണ്ടി വിദേശത്തു നിന്നുൾപ്പെടെയുള്ള പണം പോപ്പുലർ ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട്, SDP-യും സമാഹരിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് നിയമവിരുദ്ധമായി പണം വന്നു. അതിൽ ഈ 4,70,00,000 രൂപ പോപ്പുലർ ഫണ്ട് ഈ നിരോധനത്തിന് തൊട്ടു മുമ്പ് SDP-ക്ക് കൈമാറിയതിൻ്റെ രേഖകളും കിട്ടി. അപ്പോൾ എന്തിനാണ് ഒരു ഭീകര സംഘടനയായിരുന്ന പോപ്പുലർ ഫണ്ട് എന്തിനാണ് SDP-ക്ക് കാശ് കൊടുത്തത്? ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങൾ വേറെയാണെങ്കിൽ. അപ്പോൾ ബന്ധമുണ്ടെന്ന തെളിവാണ് അത് കണ്ടെത്തി. പിന്നെ പോപ്പുലർ ഫണ്ടിൻ്റെ 61,72,00,000 രൂപയുടെ സ്വത്തുക്കൾ ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ SDP-യെക്കുറിച്ച് പറയുന്നത്, SDP-ക്ക് 2 മുഖങ്ങളുണ്ട്. ഒന്ന് പുറമേ കാണുന്ന മുഖം, അതായത് ബാഹ്യമായ കാണുന്ന മുഖമെന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ മുഖമാണ്. പോപ്പുലർ ഫണ്ടിനും അങ്ങനെ തന്നെയാണ്. പോപ്പുലർ ഫണ്ടിനും SDP-ക്കും ഇങ്ങനെ 2 മുഖങ്ങളുണ്ട്. ഒന്ന് പുറമേ കാണുന്ന ഞങ്ങൾ വലിയ സാമൂഹ്യ സേവനം നടത്തുന്നവരാണ്. ആന്തരികമായി ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്, ഇസ്ലാമിക് മൂവ്മെൻ്റാണ്, ജിഹാദാണ്, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കലാണ് ഇവരുടെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായി ED-യുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. പിന്നെ രാജ്യത്ത് ആക്രമണം, ഭീകരപ്രവർത്തനം ഇതൊക്കെ നടത്താൻ വേണ്ടി ഇവർ ഫണ്ട് ശേഖരണം നടത്തി. ഇപ്പോൾ റംസാൻ മാസമാണ്, റംസാൻ കളക്ഷൻ എന്ന പേരിൽ പോലും ഇവർ ഫണ്ട് ശേഖരണം വിദേശത്ത് നടത്തിയിട്ടുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞു, ഗൾഫിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഗൾഫിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്, ജോലിക്കാരുണ്ടല്ലോ, അവിടെയൊക്കെ ഈ പിരിവിന് ആളുകൾ ചെല്ലും. ഇത് കടലാസും രേഖയൊന്നുമില്ല, എല്ലാ മാസവും ശമ്പളം കിട്ടുന്ന ദിവസം ഇവരുടെ ലേബർ ക്യാമ്പുകളിലൊക്കെ പിരിവിന് ആളുകൾ ചെല്ലും. കൊടുത്തേ പറ്റുള്ളൂ, കൊടുത്തില്ലെങ്കിൽ വെറുപ്പിക്കലാണ്, പിന്നെ നോട്ടപ്പുള്ളിയാക്കും. കാരണം പേടിച്ച് കൊടുക്കും. കാരണം അവിടെ ഇരുന്നിട്ട് ഒരു നബിയെ നിന്ദിച്ചു എന്നും പറഞ്ഞൊരു പരാതി കൊടുത്താൽ പിടിച്ചുകൊണ്ട് പോകാൻ അത് മതി. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇവരോട് ആശയപരമായി താല്പര്യമില്ലെങ്കിൽ പോലും. അങ്ങനെ പലതരത്തിൽ ഫണ്ട് ശേഖരണമൊക്കെ ഇവർ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാല്യുലായിട്ടുള്ള ഒരു ലീഗൽ പോയിന്റ് കൂടി ഈ ED ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. അതായത് മണി ലോണ്ടറിങ് ആക്ട്, PMLA ആക്ടിൻ്റെ സെക്ഷൻ 50 പ്രകാരം PFIയുടെ ഫ്രണ്ട് ഓർഗനൈസേഷൻ, PFIക്ക് പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ പറയാൻ വേണ്ടി ഒരു രാഷ്ട്രീയ മുഖത്തിൽ SDP-യെ ഉപയോഗിക്കുന്നു. അതായത് സെക്ഷൻ 50 PMLA ആക്ട് പ്രകാരം ഇവർ ഇൻ്റർലിങ്ക്ഡാണ്, പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള പണം ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ടല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, PFIയിൽ നിന്ന് SDP-യിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി ED ഇങ്ങനെ അക്കമിട്ട് നിരത്തുന്നത് പോപ്പുലർ ഫണ്ടും SDP-യും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, പോപ്പുലർ ഫണ്ട് തന്നെയാണ് SDP-I എന്ന പേരിൽ പ്രവർത്തിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അങ്ങനൊരു സ്ഥാപിച്ച് കോടതി മുമ്പാകെ കൊടുത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പാകെ കൊടുത്താൽ ഒരു പക്ഷേ SDP-യുടെ ഒരു നിരോധനം പോലും ഭാവിയിൽ വന്നുകൂടാഴിയില്ല. ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഏതായാലും ഈ 2 സംഘടനയും രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, രണ്ടും ഒന്നാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ നിയമദൃഷ്ടിയാൽ രണ്ടും രണ്ടാണ്. ഒന്ന് ഒരു സാമൂഹ്യ സംഘടന എന്ന നിലയിൽ പോപ്പുലർ ഫണ്ട് പ്രവർത്തിക്കുന്നു, ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യാൻ നമ്മുടെ ഊഹം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ബോധ്യം പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് വേണം. ആ തെളിവുകളിപ്പോൾ ED കണ്ടെത്തി ഹാജരാക്കിയിട്ടുണ്ട്. ആ തെളിവുകൾ ഞങ്ങൾ കണ്ടെത്തിയതാണ് ഇന്നലെ പത്രപ്രസ്താവനയിൽ പറഞ്ഞത്. ഇപ്പോൾ പോപ്പുലർ ഫണ്ടിൻ്റെ മുൻ ചെയർപേഴ്സണായ OMA സലാം, E അബൂബക്കർ തുടങ്ങിയവരൊക്കെ ജയിലിലുണ്ട്. ഇപ്പോൾ ജയിലിലുള്ളവർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല, ജാമ്യം കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുപോലെ മാത്രമല്ല ഇതിനകത്ത് ഫൈസിയുടെ കേസിൽ ഇപ്പോൾ മണി ലോണ്ടറിങ് നടത്തിയ ഈ പണം
കള്ളപ്പണ PMLA ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെങ്കിലും ഈ പണം ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭീകരപ്രവർത്തനം അന്വേഷിക്കുക എന്നുള്ളത് EDയുടെ ജോലിയല്ല. അപ്പോൾ ഈ ഭീകരപ്രവർത്തനത്തിന് വേണ്ടി ഈ പണം പോയി എന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായി ആ കേസ് NIAക്ക് പോകും. അപ്പോൾ ആ ഫൈസിയെ മിക്കവാറും NIA വന്ന് ചോദ്യം ചെയ്യാനല്ല വന്ന് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പം ഈ പട്യാല കോടതിയിൽ ഹാജരാക്കിയിട്ട് ഫൈസിയെ 6 ദിവസത്തേക്ക് കസ്റ്റഡി കൊടുത്തിരിക്കുകയാണ്. ബാക്കി നടപടികളൊക്കെ വരും ദിവസങ്ങളിലുണ്ടാകും. ഏതായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരാവേണ്ടിയിരിക്കുന്ന പല ആളുകളും തീഹാർ ജയിലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണ്ട് നമ്മൾ കേട്ട ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, കുന്തിരിക്കം വാങ്ങിച്ചോ അരിയും മലരും വാങ്ങിച്ചോ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇന്നലെ ഒരാൾ കമൻറ്റ് പറഞ്ഞു, പോപ്പുലർ ഫ്രണ്ടുകാർ സുഡാപ്പികൾ വന്നിട്ട് PC ജോർജിനെ പിടിച്ച് അകത്തിടാൻ നോക്കി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? മോദി എന്ത് ചെയ്തു? സുഡാപ്പിയുടെ നേതാവിനെ പിടിച്ച് അകത്തോട്ടിട്ടു. PC ജോർജ് പുറത്തു ഇറങ്ങി. ഇനിയിപ്പോൾ ഫൈസി എപ്പോൾ പുറത്തിറങ്ങുമെന്ന് അറിയത്തില്ല എന്നുള്ള ചില സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെയാണെങ്കിൽ തീർച്ചയായിട്ടും NIA കൂടെ കൊണ്ടുവരുമ്പോൾ പൂർത്തിയാവും ഏകദേശം. നമുക്ക് നോക്കാം എങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആരെങ്കിലും അകത്ത് കിടക്കണ്ട എന്നുള്ള തരത്തിലല്ല പറയുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ടതായി കണ്ടത് ED അക്കമിട്ട് നിരത്തുന്നത് ഇത് രണ്ടും ഒന്നാണെന്ന് സ്ഥാപിക്കാൻ ED ശ്രമിച്ചിരിക്കുന്നു. അതിന് തെളിവ് കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ED ഉണ്ടാക്കുന്ന ഈ തെളിവുകൾ, ED കണ്ടെത്തിയ തെളിവുകൾ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിരോധനത്തിലേക്ക് നയിക്കുമെന്നുള്ള ആ ഒരു ലീഗൽ പോയിന്റാണ് ഞാൻ നോക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ വരട്ടെ, നമുക്ക് സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.